ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ചെറിയ അറൌണ്ട് 350 ഗ്രാംസിന്റെ കുമ്പളങ്ങയുടെ പീസാണ് എടുത്തേക്കണേ. ഇത് തൊലിയും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. ക്യൂബ്സ് വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യരുത്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വെന്തുടഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് വേവിക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടിയിലിടുക. ചട്ടി തന്നെ വേണമെന്നില്ല, പക്ഷേ ആസ് യൂഷ്വൽ ആ ഒരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചട്ടി യൂസ് ചെയ്തേക്കണേ. 2 പച്ചമുളക് കീറിയിടുക, കുറച്ച് കറിവേപ്പില ഇടുക, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞളിടുക, പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുക. ഇനി കുമ്പളങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇത് ഏകദേശം 1-1.5 കപ്പ് വെള്ളമാണ് ചേർത്തേക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ബോയിൽ ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റിന് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുക, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 3 ചെറിയുള്ളി, 1-2 പച്ചമുളക്. പച്ചമുളക് നമ്മൾ നേരത്തെയും കുമ്പളങ്ങയുടെ കൂടെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് ഇടുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം മിക്സി ജാറ് ഒന്ന് കഴുകിയിട്ട് അതിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ആ അരപ്പൊക്കെ ഒന്ന് വേവണ വരെയും അതേപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെയും നമുക്ക് വേവിക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റി തേങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് നന്നായി ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തൈര് മിക്സിയിലിട്ടിട്ട് അടിക്കരുത്, അപ്പോൾ അത് വെള്ളം പോലെ ആയിപ്പോവും. ഞാനിവിടെ നല്ല കട്ട തൈര് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക ചെയ്ത്. പിന്നെ കുറച്ച് പുളിയില്ല തൈരാണ് പുളിശ്ശേരിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കുക. ഇത് മൺചട്ടി ആയ കാരണം കറി അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെ തിളച്ചാൽ അത് പിരിഞ്ഞ പോലെ തോന്നും. പിന്നെ സാധാരണ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു തള വരണവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു ചെറിയ പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടാൻ തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കുക. ഞാനിവിടെ 2 വറ്റൽമുളകാണ് പൊട്ടിച്ച് ചേർത്തേക്കണേ. ഇനി ഇത് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർക്കുക. അതിന് ശേഷം മൂടി അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റിന് ശേഷം മൂടി തുറക്കുക. നല്ല അടിപൊളി വെളിച്ചെണ്ണയും കടുകിൻ്റെ ഒക്കെ മണം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സദ്യയിലാണ് വിളമ്പുക. ഇതെല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് കൂടാതെ ഞാൻ ബാക്കിയുള്ള ഓണം റെസിപ്പീസും ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.